ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലകളെ തൻ്റെ ശുശ്രൂഷക്കാരും ആക്കുന്നു. അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവയ്ക്കുന്നു എന്നെല്ലാം സങ്കീർത്തനത്തിൽ പറഞ്ഞു. അപ്പോൾ അത്ര മഹിമയുള്ളവനാണ് നമ്മുടെ കർത്താവായിരിക്കുന്ന യഹോവ. ഹല്ലേലൂയ. കർത്താവ് കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലകളെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് പറയുന്നു. അത് പറയുമ്പോൾ ഇങ്ങനെ ഈ കാര്യം പറയുമ്പോൾ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നതാണ് ഈ പ്രകൃതിയും പ്രപഞ്ചവും സകലതും. അപ്പോൾ നമുക്കായും കർത്താവ് ഓരോ ദിവസത്തിലും സൂര്യനോടും ചന്ദ്രനോടും നക്ഷത്രങ്ങളോടും കാറ്റിനോടും എല്ലാം ദൈവം ഓരോ കാര്യങ്ങളെ കൽപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ആ പ്രകൃതിയും പ്രപഞ്ചവും ദൈവത്തെ ഇത്രമാത്രം അനുസരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം എത്രമാത്രം കർത്താവിനെ അനുസരിക്കണം, പിതാവിൻ്റെ വാക്കിനെ കേൾക്കണം, പിതാവിന് വേണ്ടി പ്രവർത്തിക്കണം. ഹല്ലേലൂയ. കാറ്റിനെ ദൂതന്മാരും ശുശ്രൂഷക്കാരും ഒക്കെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നാം പറയണം, ഇന്ന് ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു. നമ്മുടെ ഭവനത്തിൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരായി നമ്മെ ദൈവം ആക്കി വച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വേലക്കാരും ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരുമായി നമ്മെ ദൈവം ആക്കി വയ്ക്കുന്നതിനായി, അല്ലെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുന്നതിനായി ഓരോ ദിവസവും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. കാരണം പിശാചും മനുഷ്യരും പലതരത്തിൽ നമ്മെ മാനസികമായി തകർത്ത് കളയുവാൻ, നിരാശയിൽ കൊണ്ടിടുവാൻ, നമുക്ക് ഒരിക്കലും ഒരു മുന്നിലേക്ക് പോകാൻ അനുവദിക്കാതെ പലതും കെട്ടപ്പെട്ടതുപോലെ എല്ലാം ഇരിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, നാം എന്താണ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവർത്തിക്കേണ്ടത്, എപ്രകാരം നാം ദൈവത്തിൽ നിന്നൊരാലോചന കേൾക്കണം, അതിനെല്ലാം വേണ്ടി ഉത്സാഹത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും എല്ലാം ദൈവശബ്ദം കേട്ട് ദൈവത്തിനായി നമ്മുടെ ജീവിതത്തെ പണിയുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ നമുക്കിന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നാൾ തോറും ഞങ്ങളുടെ രക്ഷയായി ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ നാമം ഈ പ്രഭാതത്തിലും ഒരിക്കൽ കൂടിയപ്പോൾ വാഴ്ത്തപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസവും അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്നതിനായി, ഞങ്ങൾക്ക് ഇന്നും രക്ഷയായി അവിടെ നിന്നുള്ളതിനായി, ഞങ്ങളുടെ ഭാരങ്ങളെ എല്ലാം ചുമക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച. അങ്ങ് ഞങ്ങളെ പോറ്റി പുലർത്തുന്നൊരു ദൈവമാണല്ലോ, അങ്ങ് ഞങ്ങൾക്കായി കരുതുന്നൊരു ദൈവമാണല്ലോ അപ്പാ. ദൈവമേ, ആരെല്ലാം മാറിപ്പോയാലും ഞങ്ങളെ വിട്ട് മാറിപ്പോകാത്ത ഒരു നല്ല പിതാവായിരിക്കുന്ന അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഇന്ന് പകൽക്കാലവും അടുത്തു വരുന്ന കർത്താവേ, ദൈവമേ, നിത്യ സ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന ഒരു ദൈവം. ആകാശം മാറും, ഭൂമി മാറും, എങ്കിലും അവിടുത്തെ ദയ ഞങ്ങളെ വിട്ട് മാറുകയില്ല. ഞങ്ങളോടുള്ള സമാധാന നിയമത്തിന് ഒരിക്കലും മാറ്റം വരികയില്ലെന്ന് അരുളി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അപ്പച്ച, ഞങ്ങളുടെ സമാധാനത്തെ ഞങ്ങൾ ചോദിക്കുന്ന കർത്താവേ, ഞങ്ങളോടുള്ള ദൈവമേ ദയയ്ക്കും സമാധാനത്തിനും ഒരിക്കലും മാറ്റമില്ലല്ലോ അപ്പ. ദൈവമേ, പലപ്പോഴും അങ്ങ് ഞങ്ങളെ കാണുന്നില്ലയോ കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അറിയുന്നില്ലയോ, അങ്ങ് ഞങ്ങൾക്കായി ഒരിക്കലും പ്രവർത്തിക്കുകയില്ലയോ എന്നെല്ലാം ചില വിഷയങ്ങളിൽ ഭാരപ്പെടുമ്പോൾ കർത്താവിൻ്റെ ആശ്വാസവും പ്രവൃത്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ കർത്താവേ, ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലപ്പാ ഞങ്ങൾക്ക് അവിടുത്തെ ആലോചന ആവശ്യം. ദൈവമേ, പല കുടുംബങ്ങളിലും കാര്യങ്ങൾക്കൊരു വ്യക്തതയില്ലാതെ, തീരുമാനിക്കുവാൻ കഴിയാതെ, എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാതെ അപ്രതീക്ഷിതമായിരിക്കുന്ന ചില കാര്യങ്ങളിൽ പകച്ചു നിൽക്കുന്ന കുടുംബങ്ങളെ കർത്താവേ, മുന്നിൽ ഏത് തീരുമാനമെടുക്കണമെന്ന് അറിയാതിരിക്കുന്നവർക്കായി അവിടെ നിന്ന് ദൈവമേ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ചില കുടുംബങ്ങളിൽ അവിടെ നിന്ന് നൽകണം അപ്പച്ച. കെട്ടപ്പെട്ട് കിടക്കുന്നവരെ അവിടെ നിന്ന് അഴിച്ചു വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിശാചിട്ടിരിക്കുന്ന ചില നുഖങ്ങളെ അവിടെ നിന്ന് ഓടിച്ചു കളയണം അപ്പച്ച. യോസഫിൻ്റെ കരങ്ങളിൽ കുടുങ്ങിയ ചങ്ങല, ആ ചങ്ങലയിൽ നിന്ന് കർത്താവെ യോസഫിനെ വിടുവിച്ച് രാജാക്കന്മാരുടെ മുമ്പിൽ, ഫറവോൻ്റെ മുമ്പിൽ നിർത്തിയതുപോലെ, ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം സംഭവിച്ചതുപോലെ പല വാഗ്ദത്തങ്ങൾ കേട്ടു, പലതും ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കർത്താവെ. എന്നിട്ടും ദൈവമേ, കുരുക്കുകളിൽ അകപ്പെട്ട് കിടക്കുന്ന ചിലരെ ദിവസങ്ങളിൽ ദൈവമേ അവരുടെ സമയം, ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആ അവധി ദിവസങ്ങൾ പലതും കേട്ടതിൻ്റെ, ഞാൻ അരുളി ചെയ്തത് ഞാൻ നിവർത്തിക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വചനം അവരുടെ കുടുംബങ്ങളിൽ നടക്കുവാനായി പ്രാർത്ഥിക്കുന്നപ്പ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുവാൻ, ദുഷ്ടനോട് കർത്താവെ എതിർത്ത് നിന്ന് അവൻ്റെ തന്ത്രങ്ങളെ തോൽപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ഒരുക്കി
പറഞ്ഞിരിക്കുന്നത് പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. പലപ്പോഴും ഞങ്ങൾ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിപ്പാടായി മാറുന്നില്ല. വെറും ഒരു അറിവ് പോലെ ഇരിക്കുന്ന ആ വചനത്തിന് ദൈവമേ പലതിനെയും വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ വെളിപ്പാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യമാക്കി ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യമാക്കി വചനത്തെ അവിടെ നിന്ന് രൂപപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. കേട്ട വചനം വിശ്വസിക്കായക കൊണ്ട് അവർക്ക് ഉപകാരമായി വന്നില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ വചനം വിശ്വസിച്ച് ഞങ്ങൾക്ക് ഉപകാരമായി വരുവാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ ഈ പ്രിയപ്പെട്ടവരോട് അങ്ങ് സംസാരിച്ച വചനം അവർ ഹൃദയത്തിൽ വിശ്വസിച്ച് ഉൾക്കൊണ്ടത് അവരുടെ ജീവിതത്തിൽ നന്മയ്ക്കായി വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ. ഞാൻ ആ തരങ്ങളുടെ ഫലത്തെ സൃഷ്ടിക്കുമെന്ന് അള്ളി ചെയ്തിരിക്കുന്ന കർത്താവ്, ഇവർ വിളിച്ചു പറയുന്ന വചനം ഇവരുടെ ജീവിതത്തിൽ ദൈവമേ ഫലമുള്ളതായി മാറട്ടെ. ഒരു വൃക്ഷം പൂത്ത് കായ്ച്ച് ഫലം കായ്ക്കുന്നത് പോലെ ഇവർ പറയുന്ന വചനം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവേ എന്ന് അള്ളി ചെയ്ത വചനം ഇവർ പറഞ്ഞാൽ ഇവരുടെ ഭവനത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ കർത്താവേ. ഇവരുടെ ഭവനത്തിൽ സമാധാന പ്രഭുവായിരിക്കുന്ന അവിടെ നിന്ന് ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. വരണ്ട നിലത്ത് നീരൊഴുക്കുകളെ പകരുമാറാക്കുന്ന ദൈവം, വരണ്ട നിലത്തിലും ദൈവമേ നിൻ്റെ വിശ പടക്കി നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തി ഞാൻ നിന്നോടുകൂടെ എല്ലായ്പ്പോഴും നടക്കുകയും ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്ന വചനം ഇവർ പറഞ്ഞാൽ അതുപോലെ കർത്താവ് ഇവരുടെ അസ്ഥികൾ ബലപ്പെട്ട് ഇവരുടെ സകല രീതിയിലുള്ള ശൂന്യതകളും ബുദ്ധിമുട്ടും മാറി യഹോവ അവരെ എല്ലായ്പ്പോഴും നടത്തുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം 30, 60, 100 മേനിയായി ഇവരുടെ ജീവിതത്തിൽ ഫലമുള്ളതായി മാറുവാൻ തക്കവണ്ണം വചനത്തിൻ്റെ വെളിപ്പാടിന് ഇവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലും അവരുടെ അധരങ്ങളിലും ദൈവമേ അവിടെ നിന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവിപ്പിക്കുന്നതാണല്ലോ, ദൈവത്തിൻ്റെ വചനം ചൈതന്യമുള്ളതാണല്ലോ അപ്പ. അത് ദൈവമേ സന്ധി മജ്ജകളെയും പ്രാണനെയും വേർവിടിവിക്കുന്നത് വരെ തുളച്ച് ചെല്ലുന്നതാണല്ലോ. ആ വചനത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ആ വചനത്താൽ കർത്താവ് ഇവരുടെ അസ്ഥികളുടെ മേൽ വ്യാപരിക്കുന്നവരുടെ മജ്ജയിൽ വ്യാപരിക്കുന്നവരുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന എല്ലാ രോഗാത്മാക്കൾ പുറത്തു പോകട്ടെ പച്ച. ദൈവമേ ഹൃദയത്തിൻ്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന വചനം ഇവരുടെ ഹൃദയത്തിൽ കർത്താവെ ദൈവികമല്ലാത്തതായി പിശാചും മനുഷ്യനുമായി ദൈവമേ ഇവരുടെ ഹൃദയത്തിൽ ഇട്ടിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളെ ദൈവമേ ഇവരിൽ നിന്ന് എടുത്തു മാറ്റി ദൈവികമായിരിക്കുന്ന ചിന്ത കൊണ്ട് ഇവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിശാചിൻ്റെ പദ്ധതികൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. ദൈവമേ ദുഷ്ടൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും, അവൻ്റെ ആശ നശിക്ക് മാറി ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുമെന്നുള്ള വചനത്താൽ ഇവരുടെ ഭവനങ്ങളിൽ ദൈവമേ അസമാധാനമിട്ട് ദൈവമേ രോഗങ്ങളിട്ട് വ്യാപരിക്കുന്ന എല്ലാ ദുരാത്മാക്കൾ യേശുവിൻ നാമത്തിൽ ഇവരുടെ ഭവനങ്ങളെ വിട്ട് മാറുവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കുമപ്പ. ദൈവമേ സ്തോത്രം. കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അധരങ്ങളിലും അവരുടെ ഹൃദയത്തിലും ദൈവത്തിൻ്റെ ആത്മാവും വചനവും കൊണ്ട് നിറയുവാനായി പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽക്കാലവും അവിടെ നിന്ന് സൗഖ്യമാക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ. കിഡ്നി കംപ്ലൈൻറ്റുകൾ മാറട്ടെ, സ്റ്റോണുകൾ മറയട്ടെ, യൂറിൻ ഇൻഫെക്ഷനുകൾ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. ആർത്രൈറ്റിസിൻ്റെ കംപ്ലൈൻറ്റുകൾ കർത്താവേ, സോറിയാസിസ് കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ നീങ്ങിപ്പോകുവാൻ, യേശുവിൻ്റെ രക്തത്താൽ സൗഖ്യമാകുവാൻ, ഉദര സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകുവാൻ ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. അവിടെ നിന്ന് കൃപ ചെയ്യണമേ കർത്താവേ. സഹോദരിമാർ ദൈവമേ ചിലർ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ, കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിൽ നിന്ന് അവരെ അവിടെ നിന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്ന പച്ച. ഞങ്ങളുടെ ദേശത്തിന് സമാധാനവും സ്വസ്ഥതയും അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ വചനമോ ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതായി പ്രാണനെയും സന്ധി മജ്ജകളെയും വിടിവിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിൻ്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അപ്പമാകുന്നു, ദൈവത്തിൻ്റെ വചനം രക്ഷയ്ക്കായി അത് കുടിക്കുവാനുള്ള പാലാകുന്നു എന്ന് പറയുന്നത് കട്ടിയായ ആഹാരമാണെന്ന് പറയുന്നു. മറ്റൊരു സ്ഥലത്ത് ദൈവത്തിൻ്റെ വചനം തീയാകുന്നു, ദൈവത്തിൻ്റെ വചനം ചുറ്റികയാകുന്നു എന്നെല്ലാം കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് നാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം, കാരണം അത് സൃഷ്ടിക്കുന്നതാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതിനെ ഉളവാക്കിയത് ദൈവത്തിൻ്റെ വചനമാകുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനാകുന്നു എന്നെല്ലാം പല 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 ഉദാഹരണങ്ങൾ. ദൈവത്തിൻ്റെ വചനം വിത്താകുന്നു, അങ്ങനെ പലതും പറയുമ്പോൾ
ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞിരിക്കുന്നു, ദൈവവചനം ജീവനും ചൈതന്യവുമാകുന്നു. അപ്പോൾ ചത്ത് കിടക്കുന്നതിന് ജീവൻ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു. അത് ചൈതന്യമാകുന്നു. ചൈതന്യം എന്താണ്? ക്ഷീണിച്ചിരിക്കുന്നവർ, വെയിൽ കൊണ്ട് വല്ലാതെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നവർക്ക് ഒരു ഗ്ലാസ് മധുരമുള്ള തണുത്ത വെള്ളം കിട്ടിയാൽ അവരുടെ കണ്ണുകൾ പിടച്ച് വികസിക്കുന്നത് പോലെ അതാണ് ചൈതന്യം. അപ്പോൾ ദൈവത്തിൻ്റെ വചനവും ആശയറ്റിരിക്കുന്നവർ, ഒന്നിനെക്കുറിച്ചും ഒരു പ്രതീക്ഷയില്ലാതെ നാളെയെക്കുറിച്ച് ഒരു പ്രത്യാശ ഇല്ലാതിരിക്കുന്നവർക്ക് പ്രത്യാശ പകരുന്ന, അല്ലെങ്കിൽ അവരുടെ കണ്ണുകളെ ചൈതന്യം കൊടുക്കുന്നു. ഇനിയും എനിക്കൊരു ജീവിതമുണ്ടോ, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ടോ എന്നെല്ലാം ഹൃദയത്തിൽ ചൈതന്യത്തെ പകരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. കാരണം ദൈവത്തിൻ്റെ വചനമാകുന്നു സുവിശേഷം. ആ സുവിശേഷം ഈ ഭൂമിയിൽ പിശാചും മനുഷ്യനും ഒരു വ്യക്തിയെ എത്രത്തോളം തകർത്ത് ഇല്ലാതാക്കിയെന്ന് തോന്നുന്ന ഇടത്തു നിന്നും ദൈവത്തിൻ്റെ സുവിശേഷം അവനെ പണിയുന്നതാണ്, അവനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചൈതന്യം വരുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് പറയുന്നപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ വചനം കേട്ടാൽ മാത്രമേ നമുക്കത് ജീവനായും ചൈതന്യവുമായും മാറുകയുള്ളൂ. നമുക്ക് അറിവില്ല എങ്കിൽ, അറിവില്ലാത്തടത്ത് ജനം, പരിജ്ഞാനമില്ലായകയാൽ ജനം ക്രമം കെട്ട് നടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ വചനത്തെ അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരു ക്രമം വരികയുള്ളൂ, ചൈതന്യം വരികയുള്ളൂ. പിന്നെയും അവിടെ പറയുന്നു, അത് പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കുന്നത് വരെ തുളച്ച് ചെല്ലുന്നതാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അത് അതിവേഗത്തിൽ ഓടുന്നതാകുന്നു. നമ്മുടെ ശരീരത്തിൽ ഡോക്ടേഴ്സിന് കാണുവാൻ കഴിയാത്തത്, മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്തത്, മറ്റൊന്നിനും കാണുവാൻ കഴിയാത്ത പലതിനെയും തിരിച്ചറിഞ്ഞ് വിവേചിക്കുന്നതാകുന്നു ദൈവത്തിൻ്റെ വചനം. നമ്മുടെ ചിന്തകളെ വിവേചിക്കുന്നതാകുന്നു ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ വെളിപ്പെട്ട് വരും. ക്രമപ്പെടേണ്ടുന്ന മേഖലകൾ, ക്ഷമിക്കേണ്ടുന്ന കാര്യങ്ങൾ, അങ്ങനെ പലതും, ചെയ്യേണ്ടുന്ന പലതിനെക്കുറിച്ച് നമ്മെ ബോധ്യം വരുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നിടത്തോളം നാം ദൈവത്തിൻ്റെ വചനം വായിക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കുക. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന പല കാര്യങ്ങളെയും മറ്റൊരു വ്യക്തി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അതുകൊണ്ട് മറ്റെന്തിനേക്കാളും ഉപരിയായി ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാൻ, അത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയതാണോ എന്നൊന്ന് ശോധന ചെയ്ത് അതിനെ വായിക്കുവാൻ, അറിയുവാൻ, പഠിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പകൽക്കാലവും സഹായിക്കുമാറാകട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനിയായി ഫലം കായ്ക്കുവാൻ ഇടവരുത്തുമാറാകട്ടെ. ആമേൻ.